നിർണായകമായ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില നിർണായക മണ്ഡലങ്ങളിൽ ഇത്തവണയും സിനിമാ താരങ്ങളെ അണിനിരത്താനുള്ള നീക്കവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നെങ്കിലും LDFിലെ KM സച്ചിൻ ദേവിനോട് ദയനീയമായി പരാജയപ്പെട്ടു. 2021 ആ പരീക്ഷണം പാളിയെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും താരങ്ങളെ രംഗത്തിറക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും രമേശ് പിഷാരടി സജീവമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അണിയറയിൽ അവസാന ഘട്ടത്തിൽ എത്തിയതായി കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചിലർ വെളിപ്പെടുത്തുന്നുണ്ട്. സിനിമ, വേദി അവതരണം എന്നിവ കൊണ്ടൊക്കെ ശ്രദ്ധേയനായ വ്യക്തിയാണ് രമേശ് പിഷാരടി. വിവേകമുള്ള ഹാസ്യം, സാധാരണക്കാരന്റെ ഭാഷ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പീപ്പിൾസ് കാൻഡിഡേറ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തറയിൽ നിന്നും രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനാണ് കൂടിയാലോചനകൾ നടക്കുന്നത്. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തറ. 1991 മുതൽ 2011 വരെ 5 തവണ തുടർച്ചയായി K ബാബു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. എന്നാൽ 2016 തെരഞ്ഞെടുപ്പിൽ LDFിലെ M സ്വരാജിനോട് K ബാബുവിന് ആദ്യമായി പരാജയപ്പെടേണ്ടി വന്നു. 4467 വോട്ടിനായിരുന്നു M സ്വരാജിന്റെ വിജയം. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ M സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തി K ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചു. മത്സരത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന കാര്യം അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് പിഷാരടിയെ രംഗത്തിറക്കുന്നത്. ദീർഘകാലം ഒരേ മുഖം തന്നെ കണ്ടാൽ ഒരു മാറ്റം വേണമെന്ന വികാരം വോട്ടർമാരിൽ സ്വാഭാവികമായും ഉയരും. മാത്രമല്ല, യുവാക്കളുടെയും സ്ത്രീകളുടെയും മധ്യവയസ്കരുടെയും വോട്ട് നിർണായകമായ മണ്ഡലമാണ് തൃപ്പൂണിത്തറ. ഈ സാഹചര്യത്തിൽ ഇവരുടെ വോട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ആലോചനയാണ് രമേശ് പിഷാരടിയിലേക്ക് എത്തിയത്. മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമാ രംഗത്തേക്ക് എത്തിയ പ്രമുഖരിൽ ഒരാളാണ് പിഷാരടി. തൃപ്പൂണിത്തുറയിൽ ഒരു മാറ്റത്തിനായി ജനങ്ങൾ ഉറ്റുനോക്കുകയാണെന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയ പ്രവേശനം ആ മാറ്റത്തിനൊരു തുടക്കമാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ രാഷ്ട്രീയ ഊർജ്ജം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. മുന്നണി പോരാട്ടത്തിനും അപ്പുറം CPM കോൺഗ്രസ് പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമെന്ന പ്രത്യേകതയാണ് തൃപ്പൂണിത്തുറയെ വേറിട്ട് നിർത്തുന്ന ഘടകം. തൃപ്പൂണിത്തുറ, മരട് നഗരസഭകളും കണയന്നൂർ താലൂക്കുകളിൽ ഉൾപ്പെട്ട കുമ്പളം, ഉദയംപേരൂർ എന്നീ പഞ്ചായത്തുകളും കൊച്ചി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊച്ചി നഗരസഭയുടെ 11 മുതൽ 18 വരെ വാർഡുകളും അടങ്ങുന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം. 2 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. 1965 മുതൽക്കാണ് തൃപ്പൂണിത്തുറയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. കന്നി മത്സരത്തിൽ തന്നെ TK രാമകൃഷ്ണനിലൂടെ മണ്ഡലം CPM കൈപ്പിടിയിലൊതുക്കി. പിന്നീട് 1977-80 വർഷങ്ങളിലും TKയിലൂടെ CPM വിജയിച്ചു കയറി. 1991 വരെ മാത്രമാണ് തൃപ്പൂണിത്തുറ CPM കുത്തകം മണ്ഡലം എന്ന പേര് വെച്ച് അനുഭവിച്ചത്. 91 കോൺഗ്രസിനായി കളത്തിലിറങ്ങിയത് A ഗ്രൂപ്പിൽ നിന്ന് K ബാബു. എതിരാളിയായി എത്തിയത് എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് MM ലോറൻസ്. 4946 വോട്ടുകൾക്ക് ലോറൻസിനെ അട്ടിമറിച്ച് K ബാബു തൃപ്പൂണിത്തുറയിൽ വിജയക്കുതിപ്പ് തുടങ്ങി. തുടർച്ചയായി 5 വട്ടമാണ് ആ മണ്ഡലം K ബാബുവിനെ കൈതൊട്ട് അനുഗ്രഹിച്ചത്. ഈഴവ സമുദായാംഗമായ K ബാബുവിന് ഈ സമുദായത്തിനിടയിൽ വലിയ സ്വാധീനമാണ് ഇക്കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ സ്വാധീനം ബാബുവിനെ മാറ്റുന്നതിലൂടെ നഷ്ടമാകുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ടെന്നും കാണാൻ സാധിക്കും.